10ാം ക്ലാസ് കേരള പാഠാവലിയിലെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന 4 മാർക്കിന്റെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം. ഒരു നീണ്ട തേങ്ങലോടെ അവർ മുന്നോട്ടാഞ്ഞ് അയാളെ കെട്ടിപ്പിടിച്ചു. രൂപം കൊണ്ട് പിടികിട്ടാത്ത വ്യക്തിയെ സ്വരം കൊണ്ട് തിരിച്ചറിഞ്ഞ് അയാളും അമ്പരന്നിരുന്നു. വിശ്വരൂപം. സുധീറും മിസ്സിസ് സ്ഥലത്തും തമ്മിലുള്ള കൂടിക്കാഴ്ചയും അവർക്കിടയിലുള്ള വൈകാരിക ബന്ധവും വിശകലനം തയ്യാറാക്കുക. ഉത്തരം. ലണ്ടനിലും ന്യൂയോർക്കിലും വെച്ച് കണ്ട മാഡം തലത്തുമായി യാതൊരു സാമ്യവും ഇന്ന് സുധീറിന്റെ മുന്നിൽ നിൽക്കുന്ന മിസ്സിസ് തലത്തിനില്ല. സ്വീകരണ മുറിയിലും ക്ലബിലും നാടകശാലകളിലും പറന്നു നടക്കുന്ന ഉന്മേഷഭരിതയായ ലേഡിയായിരുന്നു അവർ. പൗരസ്ത്യ സംസ്കാരം മുഴുവൻ അവർ മറന്നിരുന്നു. ഔപചാരികമായി ചിട്ടപ്പെടുത്താതെ ചിരിക്കാനോ കരയാനോ കൂടി അവർക്ക് കഴിയുമെന്ന് സുധീർ മനസ്സിലാക്കിയിരുന്നില്ല. മറ്റുള്ളവരുമായി അകലം പാലിക്കാനും അവർ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെയുള്ള മാഡം തലത്താണ് ഇപ്പോൾ ഒരു വൃദ്ധ തപസ്വിനിയുടെ രൂപത്തിൽ നാട്ടിൻപുറത്ത് താമസിക്കുന്നത്. സുധീറിനെ തിരിച്ചറിയുന്ന നിമിഷം നീണ്ട തേങ്ങലോടെ അവർ വന്ന് അയാളെ കെട്ടിപ്പിടിക്കുന്നു. അതുവരെ ശീലിച്ച എല്ലാ ഔപചാരികതകളും അവർ മറന്നു. ഒരു സാധാരണ അമ്മയായി ആ നിമിഷം അവർ മാറുകയായിരുന്നു. സുധീറിന് മിസ്സിസ് സ്ഥലത്തിന്റെ പെരുമാറ്റം അമ്പരപ്പുണ്ടാക്കി. പുറമേ കാണിച്ചില്ലെങ്കിലും മകനോടുള്ള വാത്സല്യം അവർക്ക് സുധീറിനോടുണ്ടായിരുന്നു. സുധീറിന് അമ്മയോടുള്ള സ്നേഹം തിരിച്ച് അവരോടും ഉണ്ടായിരുന്നു. അവരെ അന്വേഷിച്ച് സുധീർ വന്നതിനു കാരണം അതാണ്. അടുത്ത ചോദ്യം. അന്യജീവനുതകി സജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. ഇത്തരം കാഴ്ചപ്പാട് സമകാലിക സമൂഹത്തിലും ദൃശ്യമാണോ? നിങ്ങളുടെ അഭിപ്രായം സമർപ്പിക്കുക. 2020 നടന്ന SSLC മോഡൽ പരീക്ഷയിലെ ചോദ്യമാണ്. ഉത്തരം. സ്വാർത്ഥതയുടെ പുറന്തോടിനുള്ളിൽ ഒതുങ്ങുന്ന മനുഷ്യന്റെ മനോഭാവം വർത്തമാനകാലത്തെ പല സംഭവങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. എങ്കിൽ കൂടിയും പ്രളയം പോലെയുള്ള ദുരന്തങ്ങൾ നാടിനെ ആകെ പിടിച്ചുലച്ച വേളയിൽ സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള ആളുകൾ രക്ഷാപ്രവർത്തനത്തിനും മറ്റും മുന്നിട്ടിറങ്ങി. സഹജീവികൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ഒരു കൂട്ടം ആളുകൾ ഇവിടെ നന്മയും സ്നേഹവും അസ്തമിച്ചു പോയിട്ടില്ല എന്ന് തെളിയിച്ചു. അന്യർക്കു വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെക്കുകയാണ് അവർ ഓരോരുത്തരും ചെയ്തത്. അവരിൽ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉണ്ടായിരുന്നു. ദരിദ്രരും സമ്പന്നരും ഉണ്ടായിരുന്നു. നന്മ മനസ്സിൽ സൂക്ഷിക്കുന്നവർ സമകാലിക സമൂഹത്തിലും ഉണ്ട് എന്ന് ഇത്തരം കാഴ്ചകളിലൂടെയും അനുഭവങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത ചോദ്യം. വഴിയരികിൽ വലിച്ചെറിയപ്പെട്ട ഒരു പാറക്കഷ്ണം പോലെയല്ലേ ഇപ്പോൾ തന്റെ അവസ്ഥ? എന്റെ ജീവിതം വെറുമൊരു പേക്കിനാവായി തീർന്നു. ദസ്തേവ്സ്കിയുടെ ഈ ആത്മകഥം അദ്ദേഹത്തിന്റെ ജീവിതാവസ്ഥയുടെ തീവ്രത വ്യക്തമാക്കുന്നുണ്ടോ? സ്വഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം. ഭാര്യയുടെയും ജ്യേഷ്ഠന്റെയും മരണം ഏൽപ്പിച്ച ആഘാതം, ജ്യേഷ്ഠൻ ഉണ്ടാക്കി വെച്ച കടങ്ങൾ, ജ്യേഷ്ഠന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനുള്ള സാമ്പത്തിക ബാധ്യത, നിരന്തരമായി വേട്ടയാടുന്ന ചുഴലി രോഗം, ഇതെല്ലാം ചേർന്ന് ഉലച്ചു കളഞ്ഞതാണ് ദസ്തേവ്സ്കിയുടെ ജീവിതം. ദുർവിധികൾ ഒന്നൊന്നായി വേട്ടയാടുന്ന ജീവിതത്തിൽ തോൽവികളും തകർച്ചകളും നഷ്ടങ്ങളും അപമാനങ്ങളും മാത്രമാണ് കൂട്ടിനുള്ളത്. ആർക്കും വേണ്ടാത്ത ഒരാളായി താൻ മാറുമെന്ന് ദസ്തേവ്സ്കി ഭയപ്പെടുന്നു. നിലനിൽപ്പു തന്നെ പരുങ്ങലിലായ അവസ്ഥയിൽ നിശ്ചിത ദിവസത്തിനുള്ളിൽ ഒരു നോവൽ എഴുതി കൊടുക്കാമെന്നും അല്ലാത്ത പക്ഷം ദസ്തേവ്സ്കിയുടെ എഴുതാനിടയുള്ളതുൾപ്പെടെ എല്ലാ പുസ്തകങ്ങളുടെയും അവകാശം വിട്ടുതരാം എന്നും ദസ്തേവ്സ്കി സ്റ്റെല്ലോവ്സ്കിയുമായി കരാറുണ്ടാക്കി. ആ കരാർ പ്രകാരം സ്റ്റെല്ലോവ്സ്കി എന്ന പ്രസാധകനിൽ നിന്നും പണം മുൻകൂറായി വാങ്ങിച്ചു. സമയത്ത് നോവൽ പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന സംഘർഷവും ദസ്തേവ്സ്കിയെ ഉലയ്ക്കുന്നു. ഇങ്ങനെ സംഘർഷഭരിതവും ദുരിതപൂർണവും ദുഃഖപൂർണവുമായിരുന്നു ദസ്തേവ്സ്കിയുടെ ജീവിതം. അടുത്ത ചോദ്യം. ചവറിൽ പുതഞ്ഞു കിടക്കുന്ന കീറക്കടലാസുകൾ ഒരു വശത്തും ഞങ്ങളുടെ നിത്യസുഹൃത്തായ വിശപ്പ് മറുവശത്തും. ചവറുകൾക്ക് പകരം തൂക്കി നോക്കേണ്ടത് ഞങ്ങളുടെ വിശപ്പാണെന്ന് തോന്നി. അക്കർമാഷി. തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളാണ് രചനകളെ ഭാവതീവ്രമാക്കുന്നത്. ഈ പ്രസ്താവന അക്കർമാഷി എന്ന ആത്മകഥാഭാഗത്തിന് എത്രമാത്രം യോജിക്കുന്നു? സൂചനകൾ കൂടി പരിഗണിച്ച് സ്വഭിപ്രായം വ്യക്തമാക്കുക. 2023 നടന്ന SSLC പരീക്ഷയിലെ ചോദ്യമാണ്. ഉത്തരം. ഒരു നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ പൊട്ടിയ കുപ്പിയും കീറക്കടലാസും പഴന്തുണിയും ഒക്കെ പെറുക്കി നടന്ന് വിറ്റ് പണം ഉണ്ടാക്കേണ്ട തീർത്തും ദയനീയമായ ജീവിതാവസ്ഥയാണ് അക്കർമാഷിയിൽ തെളിയുന്നത്. സുരക്ഷിതത്വമില്ലായ്മയും ജാതീയമായ വിവേചനങ്ങളും വിശപ്പും മൂലം ഒരു വിഭാഗം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തെ തന്നെ തകർത്ത് കളയുകയാണ്. ചവറ് പെറുകിയെങ്കിലും വിശപ്പടക്കാൻ ഉള്ളത് കിട്ടുമോ എന്ന് അവർ നോക്കുന്നു. ആർക്കും വേണ്ടാത്തവരായി പൊതുസമൂഹത്തിൽ നിന്നും അവർ മാറ്റി നിർത്തപ്പെടുന്നു. ദിവസം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അനാഥമായ ജീവിതങ്ങൾ. എന്നിട്ടും അറിവിനോടുള്ള അതിയായ ആഗ്രഹം ലിംബാളയെ പോലെയുള്ളവരുടെ മനസ്സിൽ അണയാതെ കിടക്കുന്നു. ഇതൊക്കെ ഈ ആത്മകഥാഭാഗത്തെ വികാര തീവ്രമാക്കുന്നു. അടുത്ത ചോദ്യം. അവനു വയറുനിറയെ ഉണ്ണാൻ വേണ്ടി ഞാൻ പഷ്ണി കിടന്നതും അവന് സ്കൂളിലേക്ക് ഒരു വരക്കോലും സ്കൂറുപെട്ടിയും വാങ്ങാൻ പൈസയില്ലാതെ
ഞാൻ എൻ്റെ അരയിലെ ഏലസിനകത്തു പണ്ടേ കിടന്നിരുന്ന ഒരു പൊൻപണം തൂക്കി വിറ്റതും മറ്റും അവൻ ഓർമ്മയുണ്ടോ എന്നൊന്ന് എഴുതി ചോദിക്കൂ. ഞാൻ കഥാകാരനായ കഥ. വലിയ ത്യാഗം സഹിച്ചു വളർത്തിയ മകൻ സ്വാർത്ഥലാഭത്തിനു വേണ്ടി സ്വന്തം അമ്മയെ ഉപേക്ഷിച്ചുവല്ലോ. ഇത്തരം സംഭവങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടോ? പാഠഭാഗത്തെയും സമകാലിക സംഭവങ്ങളെയും പരിഗണിച്ച് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും മക്കളുടെ വിദ്യാഭ്യാസത്തിനും അവർക്ക് നല്ല ജീവിതം ഒരുക്കുന്നതിനും വേണ്ടി കഠിനമായി അധ്വാനിക്കുന്നവരാണ് മാതാപിതാക്കളേറെയും. എന്നാൽ ഇങ്ങനെയൊക്കെ ത്യാഗം സഹിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾ മാതാപിതാക്കളുടെ വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കാൻ തയ്യാറാകുന്നില്ല. മക്കൾ മാതാപിതാക്കളെ ഭാരമായി കാണുകയും സ്നേഹവും സംരക്ഷണവും നിഷേധിക്കുകയും ചെയ്യുന്നു. വർത്തമാനകാലത്ത് ഇത്തരം നിരവധി സംഭവങ്ങൾ കാണാൻ കഴിയും. ഞാൻ കഥാകാരനായ കഥ എന്ന പാഠഭാഗത്തെ അമ്മ ഇല്ലായ്മകളിലും അതൊന്നും അറിയിക്കാതെ മകനെ പഠിപ്പിച്ച് ജോലിക്കാരനാക്കി. എന്നാൽ ആ മകൻ തന്നെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്ന സങ്കടമാണ് അമ്മ പൊറ്റക്കാട്ടിനോട് പങ്കുവയ്ക്കുന്നത്. ഈ അമ്മയെപ്പോലെ ധാരാളം മാതാപിതാക്കൾ ഇന്ന് അവഗണന അനുഭവിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്.